ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പാനിഷ് ഓംലെറ്റ്. വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ഒരു 3 മുട്ട, പിന്നെ നമ്മൾ ഉപ്പ്, കുരുമുളക്. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അതിനായി നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചു, തീ ഓൺ ചെയ്തു. നമ്മൾ അതിൽ ഒഴിക്കുന്നത് സ്പാനിഷ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. ഈ ഒലിവ് ഓയിൽ ഉപയോഗിച്ച് ഈ ഓംലെറ്റ് ഉണ്ടാക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഓംലെറ്റ് ടേസ്റ്റായി പോകും. ഒലിവ് ഓയിൽ ഒഴിച്ചു. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് സവാള ഇട്ട്, സവാള ഒരു 3 മിനിറ്റ് സവാളയൊന്ന് വഴറ്റണം. ഒത്തിരി അങ്ങ് വഴറ്റുമല്ല, പക്ഷെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം സവാള നമ്മൾ വഴറ്റിയിട്ട് ഒരു 3 മിനിറ്റായി. ഇനി നമ്മൾ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇടുവാണ്. ഈ ഉരുളക്കിഴങ്ങ് ഒത്തിരി കട്ടിയിലും കട്ട് ചെയ്യരുത്, അങ്ങനെ ഒട്ടും കട്ടിയില്ലാതെയും കട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അതിൻ്റെതായ ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല. അതും ഒരു അല്പം നേരം ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റായി. ഇപ്പം നന്നായിട്ട് അതൊരു പകുതി കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ അരിഞ്ഞു കഴിയുമ്പം വെള്ളത്തിലിടണം, അല്ലെങ്കിൽ അതിൻ്റെ കളറ് പോകും. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും പുതുതലമുറകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് എപ്പോഴും നമ്മൾ വെള്ളത്തിലിടണം, അല്ലെങ്കിൽ അതിൻ്റെ കളറ് പോകും. ഇത് നമ്മൾ ഇതായി കഴിഞ്ഞ് കഴിയുമ്പം ഇത് നമ്മളിനി മുട്ടയിലേക്ക് ഇടാൻ പോവുകയാണ്. അതിന് നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യുന്നു. നമ്മളിത് മുട്ടയിലേക്ക് ഇടുന്നു. മുട്ടയിലിട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഇടുന്നു. സ്പാനിഷുകാർ അങ്ങനെ കുരുമുളക് പൊടി അധികം ഇടാറില്ല. നമ്മൾ ഇന്ത്യക്കാർക്ക് ഇച്ചിരി എരിവ് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാനിപ്പം കുരുമുളക് ഇട്ടത്. അത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പും കുരുമുളകും പാകമായി കഴിയുമ്പോൾ നമ്മൾ വേറൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെക്കണം. നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. പാൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഓയിൽ ഒഴിച്ചു. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി. ഇനി നമ്മൾ നമ്മുടെ ആ മുട്ട ഇതിനകത്തേക്ക് ഇടുകയാണ്. ഇപ്പോൾ നമ്മുടെ ഓംലെറ്റിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടണം. ഇത് മറിച്ചിടാനായിട്ട് നമ്മൾ സാധാരണ മറിക്കണ പോലെ മറിച്ചാൽ നടക്കുകയില്ല. അതിനായി നമ്മളൊരു പ്ലേറ്റ് അടച്ച് വെച്ച് ഇപ്പം നമ്മൾ മറിച്ചിട്ടു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇപ്പുറത്തെ സൈഡ് നമ്മൾ വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡിയായി കഴിഞ്ഞു. നമ്മളിത് പ്ലേറ്റിലേക്ക് പകർത്തുകയാണ്. നല്ല സൂപ്പറാണ്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല പിസ്സ പോലെ നല്ല സൂപ്പർ ഓംലെറ്റ് നമുക്ക് കഴിക്കാം. ഇതാണ് സ്പാനിഷ് ഓംലെറ്റ്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.